ഷീതെ, മദിരാശിക്കാരൻ എന്നൊരു മദ്രാസുകാരൻ, നമ്മള് മദിരാശിക്കാരൻ എന്നൊക്കെ പറയും. പിന്നെ മദ്രസക്കാരൻ ചിലർ പറയുന്നുണ്ട്. മദ്രസക്കാരൻ. എന്തായാലും അങ്ങനെ ഒരു സിനിമ ഇറങ്ങി. അറിഞ്ഞോ? ഷൈൻ നിഗത്തിന്റെ 1-2 പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും അത് വളരെ ചർച്ചാ വിഷയം ആയില്ല. ഗംഭീര ഫൈറ്റാണ്. ചർച്ചാ വിഷയമാവാത്തത് തന്നെയാണല്ലോ ഒരു കാരണം. കരഞ്ഞു മെഴുകുന്നതിന് കാരണം അത് തന്നെയാണ്. അപ്പൊ അതിന് ഗംഭീരമായിട്ടുള്ള ഫൈറ്റുണ്ട്. അതുപോലെ ഇപ്പോൾ മാർക്കോ കണ്ടവർക്കൊന്നും മറ്റു സിനിമ ഇപ്പോൾ വിലയിരുത്താൻ പറ്റില്ല. കാര്യം മാർക്കോയിലുള്ള ഇത്രയും ഭീകരത. മാർക്ക് വന്ന് ഷോ തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയത് മുതൽ, അതിനിടയിലൊരു മദ്രാസക്കാരൻ വന്നിട്ട് കാര്യമില്ല നാട്ടുകാരങ്ങ് തീരുമാനിച്ചു. കാര്യം വയലൻസ്, അതിനപ്പുറം ഇനി ഒരു വേറെ വയലൻസ് ഇല്ല. വയലൻസ് മാത്രമല്ല, ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയാ ടോട്ടാലിറ്റി ഭയങ്കര രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഷൈൻ നിഗം കഴിഞ്ഞ പ്രാവശ്യം കിടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ടായിരുന്നു. ഇത് മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ, ചാനലൊരു സിനിമ പ്രൊമോഷൻ ചർച്ചയ്ക്കിടയിൽ ഒരു വാക്ക്, ഒരു അസഭ്യമായ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണി മുകുന്ദനെ ഇയാൾ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഇത് എന്താ പറയാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അതെ എന്ന് പറയുന്നതായിരിക്കും ശരി. അതെ, നേരത്തെ നമ്മള് വലിയ ഭാഷയിലൊക്കെ പറഞ്ഞ കർമ്മ എന്നൊക്കെ പറയാം. നമുക്ക് എന്തായാലും കൊല്ലത്ത് കിട്ടും എന്നുള്ള ആംഗിൾ, കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. കാരണം ഷൈൻ നിഗം ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഷൈൻ നിഗം 1-2 ഹിറ്റൊക്കെ കഴിഞ്ഞ് വലിയ അതിന്റെ ഒരു ത്രില്ലിൽ അന്ന് ഉണ്ണി മുകുന്ദൻ ആരുമല്ല എനിക്ക് തോന്നുന്നു. എനിക്ക് മാളികപ്പുറമൊക്കെ ഇറങ്ങി ആ ഒരു സംഭവത്തിൽ നിൽക്കുന്ന സമയത്ത് മാളികപ്പുറത്തെ പരാജയപ്പെടുത്താൻ തന്നെ ഇവിടെ ശ്രമം നടത്തി. ശ്രമമല്ല, പല ശ്രമം, പല രീതിയിൽ. ആരൊക്കെ എനിക്ക് തോന്നുന്ന പാകിസ്ഥാനിൽ നിന്ന് വരെ ആളുകൾ വന്നു അതിനൊന്നും മുടക്കാനായിട്ട്. അത് മാളികപ്പുറം ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. മാളികപ്പുറം എന്തായിരുന്നു, ആ സിനിമ എന്തായിരുന്നു കണ്ടവർക്കറിയാം. കൊച്ചു സിനിമ, പക്ഷെ അതില് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അയ്യപ്പന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അത് 100 കോടി ക്ലബിൽ ഇവരെ എത്തി. അതെ, തീർച്ചയായിട്ടും അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ശരിക്കും എന്താണ് അതിന്റെ തീം പോലും സിനിമ കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഇതായിരുന്നു അവന്റെ തീം. വൈകാരികമായി നമ്മളൊക്കെ വൈകാരികമായ ഒരു വിഷയമായിരുന്നു. ഒരു മഹാക്ഷേത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യം. അത് പോട്ടെ, എല്ലാവരും കണ്ട ആളുകൾ അല്ല. അദ്ദേഹത്തിന് അന്ന് പറഞ്ഞു തുടങ്ങിയ ട്രോളുകൾ അന്ന് തുടങ്ങിയതാണ്. ഇതൊക്കെ വ്യക്തിപരമായി ഉണ്ണി മുകുന്ദനെ നശിപ്പിക്കാൻ വേണ്ടി ഈ സിനിമാ മേഖലയിൽ പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു 10 പേര് ഒരേ വഴിയിലേക്കൂടെ നടക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ മറ്റൊരു വഴിയിലൂടെയായിരുന്നു നടന്നത്. അത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദൻ അതിനൊപ്പം നിന്നില്ല. കാരണം അതിന്റെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്നും എന്താണ് അതിന്റെ ഈ സേവ് ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലും ഈ സേവ് ഉപയോഗിക്കാറുണ്ട്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സേവ് എന്താണ് അവിടെ നടക്കുന്നത് അറിയാതെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സൈറ്റിൽ കിട്ടും. മാത്രമല്ല കോടികൾ അവിടെ നിക്ഷേപം വരികയാണ്. മാത്രമല്ല ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ വലിയൊരു ഹമ്പായി ലക്ഷദ്വീപ് മാറുകയാണ്. അവിടെ എന്തോ തെങ്ങിന്റെ മുകളിൽ തെങ്ങിൽ കാവ്യവൽക്കരിച്ച് നോക്കെ പറ്റാണ് ഭയങ്കര വിഷയമുണ്ട്. ആയിഷ സുൽത്താനെ പോലെയുള്ള ആളുകൾ എന്തിനാണ് അത് ചെയ്തതെന്ന് അന്ന് മുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുതൽ ഉണ്ണി മുകുന്ദൻ വേറിട്ട വഴിയിലാണ് നടന്നത്. പക്ഷെ ഉണ്ണി മുകുന്ദന്റെ കഴിവുകൾ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ പാൻ ഇന്ത്യ സ്റ്റാറായി മാറി, സൂപ്പർ സ്റ്റാർ. അന്നും ഇന്നും ഈ പറയുന്ന ഷൈൻ നിഗം നമ്മൾ പറയുന്നതല്ല, അന്നും മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണെന്ന് ചിലർ പറയുന്നു. അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അന്നും ഇതേ രീതിയിലായിരുന്നു. അല്ല, എനിക്ക് ഷൈൻ നിഗമിനെ ഇഷ്ടമാണ്. കാര്യം അയാളുടെ സ്വാഭാവികമായ അഭിനയവും സാധാരണക്കാരുടെ രീതിയിലുള്ള അഭിനയമൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്താ പറയാ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ലഹരി ഉപയോഗം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. തീർച്ചയായും. പിന്നെ പലരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള, അല്ലെങ്കിൽ അബി എന്ന് പറയുന്ന വലിയ ഉയരങ്ങൾ എത്തേണ്ട ആളായിരുന്നു. പക്ഷെ അവസരങ്ങൾ കുറഞ്ഞു പോയി. പക്ഷെ അമിനാത്താത്ത പോലുള്ള ക്യാരക്ടേഴ്സ് ഒരിക്കലും മരിക്കില്ല. കാസറ്റുകൾ, ഓഡിയോ കാസറ്റുകൾ, മിമിക്രി, അത്തരത്തിൽ അബിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അബിയോടുള്ള സ്നേഹമാണ് മകനോട് കാണിച്ചത്. പക്ഷെ പല രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ തന്നെ ഷൈനെ ചിലർക്കെങ്കിലും മടുപ്പിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഊമ്പി എന്താവശ്യത്തിനാണ്
മറ്റൊരു നടന്റെ ഒരു 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 പ്രൊഡക്ഷൻ ഇതിന്റെ പേര്, കമ്പനിയുടെ പേര്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ ആക്കി അതിനെ എന്ന് പറയേണ്ടത് വല്ല കാര്യം. അത് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു വൻ താരങ്ങൾ അടങ്ങുന്ന ഒരു ഷോയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിഞ്ഞ ദിവസം വന്ന ബൈജുവിന്റെ ഒരു വീഡിയോ രാജേഷ് കണ്ടോന്നറിയില്ല വീഡിയോ. അതെ, അപ്പൊ ബൈജു, നമ്മുടെ ചലച്ചിത്ര ബൈജു ഒരു സിനിമ കാണാൻ വരുന്നു, ഒരു തിയേറ്ററിലുള്ള വിഷ്വലാണ്. അപ്പം ഷൈൻ നീ കണ്ടോ, ചേട്ടാ ഏതാ സിനിമ കാണാമെന്ന്. ഞാനും അഭിനയിച്ച സിനിമ ഇവിടെ ഉണ്ട്, ഒന്ന് ഏതാ നീ അഭിനയിച്ച സിനിമ എന്ന് ബൈജു ചോദിക്കുന്നുണ്ട്. അത് മദ്രാസുകാരൻ, നീ ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടോടാ, ഇതൊക്കെ എപ്പോ ഇറങ്ങി, ആരറിയുന്നു എന്ന് ഒരു നടനാണ് മറ്റൊരു നടനോണ്ടിരിക്കുന്നു. അപ്പം ഷൈൻ നിഗത്തിന്റെ മുഖമൊക്കെ വിളറി, ചേട്ടാ ഞാൻ മാർക്ക് കാണാൻ വന്നതാന്ന് പറഞ്ഞപ്പോ തീർന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കേണ്ട കാര്യം ഒന്നുമില്ല. പരസ്പരം ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരങ്ങളാവാം, ഈ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒരാളെ നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. എന്താവശ്യത്തിന് ആർക്കാണ് ഇതിന്റെ ഗുണം? ഇപ്പം ഷൈൻ നിഗം ചെയ്ത വേഷങ്ങൾ ഉണ്ണിമുകുന്ദന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ ചെയ്ത വേഷങ്ങൾ ഷൈൻ നിഗം ചെയ്യാൻ പറ്റില്ല. മലയാള സിനിമ എന്നല്ല, ലോക സിനിമയിൽ തന്നെ ആർക്കും നടന്മാർ എന്ന് പറയുന്ന പരസ്പരം ബന്ധം, അതായത് ഒരേപോലെ അല്ല ആരും. മനുഷ്യന്മാരങ്ങനെയാണ്. എന്നെ പോലെയാണോ രാജേഷ് നാഥ്? രാജേഷ് നാഥിനെ പോലെയല്ല ഞാൻ, അല്ലേ? തീർച്ചയായും ഒരാൾക്ക് ലഭിക്കുന്ന കഥാപാത്രം ചിലപ്പോൾ അയാൾക്കേ ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ ഒറ്റയ്ക്ക് വഴിവെട്ടി ഇതൊക്കെ ചില അജണ്ടകളുടെ ഭാഗമാണ് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഉണ്ണിമുകുന്ദനെ ആക്രമിച്ചത് മുഴുവൻ മാളികപ്പുറം പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ, സോഷ്യൽ മീഡിയ അടക്കം പടത്തെ നശിപ്പിക്കാൻ സുഡാപ്പികൾ ഒരുപാട് ശ്രമിച്ചു. എന്നിട്ടും ആ സിനിമ പോയി. പല തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ എത്തി സിനിമയ്ക്ക് വേണ്ടി, അല്ലെ സിനിമ കൂബിയോ എന്നൊക്കെ നമുക്ക് തമാശ രീതിയിൽ സംശയിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തിനാണ്? എന്നിട്ട് ഇപ്പൊ ആരാണ് വിജയിച്ചത്? ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു താരമായി മാറി ഹൃതിക് റോഷൻ ഉൾപ്പെടെ പല സ്റ്റേറ്റുകളിലെയും പല സൂപ്പർ സ്റ്റാർസുകളും വിളിക്കുന്നു, സംസാരിക്കുന്നു, ദേശീയ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇവിടെയുള്ള ചാനലുകള് അത് അറിഞ്ഞിട്ടില്ല. അത് അവരുടെ അറിഞ്ഞില്ല. മറ്റൊരു കാര്യം, ഇപ്പോ വിക്രം രണ്ടാം ഭാഗത്തിൽ വില്ലനായി വരുന്നു എന്ന് അതും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് മറ്റൊന്ന്, ഇത്ര നാളും ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമാജം സ്റ്റാർ, അതായത് ഹിന്ദുക്കളുടെ സ്റ്റാറാണ് മാറി. ഈ സിനിമയുമായി ബന്ധപ്പെട്ട അടുത്ത അതായത് കഥയും തിരക്കഥയും സംവിധാനവും നിർമ്മാണവും ഒക്കെ മറ്റേ മുസ്ലിം സഹോദരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ അവിടെ ഈ പറഞ്ഞ, അതായത് ഈ പറഞ്ഞ ഇങ്ങനെ ചില ആളുകൾ അജണ്ടകൾ സെറ്റാക്കി ഹിന്ദുവിന്റെ അതും പൊളിഞ്ഞു. ഹിന്ദു മുസ്ലിം ഒന്നുമല്ല, കഴിവുള്ളവൻ അതെ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആള് ഉണ്ണിമുകുന്ദൻ, മറ്റൊരാളും കൂടെ ഉണ്ട്, ആസിഫ് അലി. ചെറിയ ആളല്ല, അദ്ദേഹം നല്ലൊരു മികച്ചൊരു നടനാണ്. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് വേഷം കിട്ടി അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പല പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടിയാണ്. ആസിഫ് അലിയെ സംബന്ധിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മള് ഒരു 87-90 ജയറാം, എന്ത് രസമാണ്, എന്ത് നാച്ചുറലാണ് മാലാക. അതെ, അത് മാത്രം മതി അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് തെളിയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരെയൊന്നും ആരും എന്താ പറയാ ആശ്രിത നിയമനം പോലെ സിനിമയിൽ വന്ന ആളുകളൊന്നും അല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുക, പിന്നെ അഹങ്കാരം കുറയ്ക്കുക. അപ്പം എന്റെ സിനിമ ഓടുന്നില്ലേ, മദ്രാസുകാരൻ ഓടുന്നില്ലേ എന്ന് പറഞ്ഞ് പോകുന്നതിന് നല്ലത് അഹങ്കാരം കാണിക്കാതെ അവനവന് പറ്റുന്ന കാര്യം ചെയ്ത് ജീവിക്കും. പിന്നെ ആരെയും നശിപ്പിക്കാൻ തുനിയാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. ഈ വല്ലവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനവന്റെ നാശത്തിനാണ് ഇത് അവസാനിക്കുള്ളൂ. അതാണിപ്പോ കാണുന്നത്, നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്.